السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. ما بعد. ഏറ്റവും ബഹുമാനമുള്ള കൽത്തറ ഉസ്താദ് അടക്കമുള്ള ഉസ്താദുമാർ, പണ്ഡിതന്മാർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മിത്രങ്ങളായ സാദാത്യങ്ങൾ, നാട്ടിലെ ഉമറാക്കളെ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങളവരുടെ ആണ്ട് സമയം, അനുസ്മരണ സമയം കൂടിയാണ് ഈ സമയം. അപ്പോൾ ബഹുമാനപ്പെട്ട താജുൽ ഉലമ മുത്തഅല്ലിമീങ്ങൾക്ക് പ്രത്യേകിച്ചും ആരായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അപ്പോഴേ താജുൽ ഉലമയെ സംബന്ധിച്ച് ഉള്ള മതിപ്പ് അവർക്കും കിട്ടുകയുള്ളൂ. ഓതിപ്പടിച്ച ഒരു മുസ്ലിയാർ എന്ന് പറയും പോലെ ഓതിപ്പടിച്ച തങ്ങളെന്ന് പറഞ്ഞാൽ പോരാ. ബഹുമാനപ്പെട്ട താജുൽ ഉലമ വളരെ ലാളിത്യത്തിൻ്റെ ആളാണ്. അപ്പൊ ചിലപ്പോൾ അവരുടെ മക്കാമും പദവിയും ഒന്നും കണക്കിലെടുക്കാതെ വളരെ താഴ്ന്ന രീതിയിൽ കുട്ടികളുമായി അങ്ങനെ സംസാരിക്കും. ചിലപ്പോ നേരെ മറിച്ച് എത്ര വലിയ ആളുകൾ വന്നാലും ആ നിലക്ക് അവരോടും സംസാരിക്കും. ഓരോ സന്ദർഭത്തിലും തങ്ങളുടെ പ്രസംഗങ്ങൾ, സംസാരങ്ങളൊന്നും അസ്ഥാനത്തായി നാം കണ്ടിട്ടില്ല. അതാണ് തങ്ങളുടെ പ്രത്യേകത. ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് താജുൽ ഉലമയുടെ ഒരു പ്രസംഗം കേട്ടു. അന്ന് കേരളം കത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. തങ്ങളുടെ ആ പ്രസംഗം വലിയ ഒച്ചപ്പാടുണ്ടാക്കി. പുത്തമ്പള്ളിയിൽ വെച്ച. അപ്പൊ തങ്ങൾ പറഞ്ഞു, പുത്തമ്പള്ളിയിൽ എല്ലാ ആളുകളുമുണ്ട് ആ പരിപാടി, ആരും ഒച്ച വെക്കണ്ടടാ. ഞാനിവിടെ കയറി വന്ന് എന്തോ പ്രസംഗിച്ചതല്ല. എന്നെ ഈ സമ്മേളനത്തിന് അധ്യക്ഷനായി കൊണ്ടുവന്നത് ഞാനാണ്. ഈ സമ്മേളനത്തിൽ അധ്യക്ഷൻ. എൻ്റെ അധികാരത്തിലാണ് ഞാൻ പ്രസംഗിച്ചത്. അതുകൊണ്ട് ഒച്ച വച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഞാൻ പറയേണ്ടത് പറയും. ഒരാളെയും ഞാൻ ഭയപ്പെടില്ല. തങ്ങളാ പറച്ചോടുകൂടെ എല്ലാ ചോടും. പിന്നെ ആരും ഒന്നും മുണ്ടില്ല. അപ്പൊ ഒച്ചപ്പാട് വരാനൊരു കാരണമുണ്ടായി. തങ്ങള് ഉള്ളാളത്ത് വന്ന ആ സമയത്ത്, കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ്, അന്ന് അവിടെ ആലിയ കോളേജ് പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ കമ്മിറ്റിയിലെല്ലാവരും ഉണ്ട്. സകല ഗുലാബികളായ ആളുകളൊക്കെ ഉണ്ട്. അപ്പം അന്ന് കോഴിക്കോട്
വലിയ വിദ്യാഭ്യാസം കൊടുക്കുന്ന വലിയ സ്ഥാപനമല്ലേ. അവിടുത്തെ വൈസ് ചാൻസലർ അയാളാണ് ആ യോഗത്തിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പം അയാളുടെ ഈ ഉദ്ഘാടന പ്രസംഗത്തിൽ പണ്ഡിതന്മാർ കുറച്ചും കൊച്ചാക്കി സംസാരിച്ചു. ഇതുപോലത്തെ കോളേജ് നടത്താൻ പണ്ഡിതന്മാർക്ക് കഴിയില്ല എന്നതിനാണ് സംസാരിച്ചത്. അപ്പോൾ എന്നോട് ആ ചരിത്രം പറയുന്നത് തങ്ങളുടെ അന്നത്തെ ധൈര്യത്തെക്കുറിച്ച് പറഞ്ഞതാ. അപ്പം ഇയാൾ ഇങ്ങനെ പ്രസംഗിച്ചപ്പോൾ ആ സമ്മേളനത്തിൽ തങ്ങളാണല്ലോ അധ്യക്ഷൻ. അപ്പോൾ ഇയാളുടെ പ്രസംഗത്തിൽ പണ്ഡിതന്മാരെ ലേശം അവഹേളിച്ചുകൊണ്ടുള്ള പ്രസംഗം നടത്തിയപ്പോൾ തങ്ങൾ പറഞ്ഞു ഇദ്ദേഹത്തോട്, ഇയാൾ സ്റ്റേജിൻ്റെ ആ ഭാഗത്ത് നിന്ന് നല്ല പ്രസംഗം നടത്താം. തങ്ങൾ അധ്യക്ഷ കസേരയിൽ ഇരുന്നിട്ട് ടേബിളും അടിയടിച്ചു, നൃത്തപ്രസംഗം നടന്നു. അപ്പം ഇയാളിങ്ങനെ തിരിഞ്ഞു നോക്കി. നിന്നോടെന്നെ പറയുന്നത് നൃത്തം ഇനി പ്രസംഗിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ നിർത്തി. ഇനി ഒരു മിനിറ്റും നിനക്കോട് നിൽക്കാൻ അധികാരമില്ല, ഇപ്പം ഇറങ്ങിക്കൊള്ളണം സ്റ്റേജിൽ നിന്ന്. അപ്പം അയാൾ തങ്ങളിവിടെ ഇരിക്കണത്, തങ്ങൾ മുന്നിൽ കൂടെ അങ്ങോട്ട് പോകണം. സ്റ്റേജിൽ നിന്ന് ഇറങ്ങണ കോണി അവിടെയാണ്. അപ്പം അയാളായിക്കൂടെ ഇങ്ങോട്ട് വരിക. അപ്പം തങ്ങൾ പറഞ്ഞു, എടാ എൻ്റെ മുമ്പിൽ കൂടെ പോകാൻ നിനക്ക് അധികാരമില്ല, അവിടെ ചാടുകയാണ്. ഇതിൽ കൂടെ വന്നാൽ എൻ്റെ മുന്നിൽ കൂടെ അല്ലേ പോവുക, അവിടെ ചാടുകയാണ്. അപ്പം ഇയാൾക്ക് എത്തുന്നില്ലാതെ ഒരാൾക്ക് താഴെ അവിടെയാണ് ഈ താഴെയുള്ള ഭാഗം. അങ്ങോട്ട് ചാടിച്ച് അയാൾ വന്നു, എൻ്റെ അടുത്ത് അബദ്ധം പറ്റിപ്പോയി, ഞാൻ ക്ഷമ ചോദിക്കുന്നു, ഏതായാലും ഞാൻ പോവുകയാണ് പറഞ്ഞു. അപ്പം തങ്ങൾ പറഞ്ഞു, പോയാലും ശരി വന്നാലും ശരി, ഇനി വല്ലതും സംസാരിച്ചാൽ ആളുകൾ എന്തെങ്കിലും ചെയ്യും, അതിന് ഞാൻ ഉത്തരവ് ആവൂല, വേഗം പോയിക്കോണം. അതാണ് തങ്ങളുടെ ആൾ. അപ്പോൾ ഒരു സദസ്സിൻ്റെ വലുപ്പവും ചെറുപ്പവും തങ്ങൾ നോക്കൂല. തങ്ങൾക്ക് യോജിക്കാത്ത സംഗതി ഒന്നും മൂപ്പറ് വില വെക്കൂല എന്ന് അന്ന് അയാൾ എന്നോട് പറഞ്ഞത്. പിന്നെ എത്രയോ സന്ദർഭങ്ങൾ നമ്മൾക്ക് നേരിട്ട് അനുഭവപ്പെട്ടപ്പോൾ അത് തങ്ങളുടെ രീതിയാണ്. ആരുടെ മുമ്പിലും പറയാനുള്ളത് പറയും. ഞാൻ പറഞ്ഞ സംഗതിയോട് യോജിപ്പുണ്ടോ ഇല്ലയോ അത് വേണമെങ്കിൽ പറഞ്ഞൂടെ. പക്ഷേ ഈ പറയുന്ന ആളുകൾ അധികാരം വെച്ച് പറഞ്ഞു എന്നതുകൊണ്ട് ഞാൻ അംഗീകരിക്കൂല എന്ന് തുറന്നു പറയുന്ന ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട തങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ സമസ്ത ജമിയത്തുൽ പ്രസിഡന്റ് സ്ഥാനത്ത് നിൽക്കുന്ന കണ്ണിയത്ത് ഉസ്താദ്, ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉസ്താദാണ് കണ്ണിയത്ത് ഉസ്താദ്. സമസ്തയുടെ ജനറൽ സെക്രട്ടറിയായ ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ, അവരും സമസ്തയുടെ ജനറൽ സെക്രട്ടറിയാണ്. അവരും തങ്ങളുടെ താജുൽ ഉലമയുടെ ഉസ്താദാണ്.
പക്ഷെ എന്തായിട്ടും സ്റ്റേജിലൊക്കെ വരുമ്പോൾ താജുലുമനെ മുന്നിൽ നടത്തി അതിൻ്റെ പിന്നിലാണ് ഈ രണ്ട് ഉസ്താദുമാർ നടക്കുക. ആ നിലക്കാണ് തങ്ങളെ അവർ കാണുന്നത്. ഓരോ മൂന്നാളും കൂടിയ സദസ്സിലും തങ്ങൾ ദുആ ചെയ്യും, ഇവരാണ് ആമീൻ പറയാം. എന്നാൽ തങ്ങളോട് അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചേ ഇവിടെ കാര്യങ്ങൾ പറയുള്ളൂ. അതെന്താ? അത്രയും ഒരു ഉചിതമായ തീരുമാനമേ തങ്ങൾ പറയുള്ളൂ. അത് തങ്ങളുടെ ചെറുപ്പകാലം മുതലുള്ള രീതിയാണെന്ന് എൻ്റെ ഉസ്താദ് പറയുന്നത് ഞാൻ എത്രയോ വട്ടം കേട്ടിട്ടുണ്ട്. ഓരോ സദസ്സിലൊക്കെ തീരുമാനം എടുക്കുമ്പോൾ ബഹുമാനപ്പെട്ട തങ്ങളുടെ ആ ഗർജനം ആരും ചിലപ്പോൾ ഓർക്കാത്തത് ചിന്തിക്കാത്തത് ബഹുമാനപ്പെട്ട തങ്ങളുടെ ചിന്തയിലുണ്ടാവും. തങ്ങളത് പ്രത്യേകം എടുത്തു പറയും. അതൊക്കെ വെച്ചുകൊണ്ടായിരിക്കും തീരുമാനം വരിക. അങ്ങനത്തെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ്. അതുകൊണ്ട് തങ്ങളൊരു അഭിപ്രായം പറഞ്ഞാൽ പിന്നെ ആ അഭിപ്രായത്തിൻ്റെ മേലെ ഇതിന് ഗണ്ണിച്ചോ അങ്ങനത്തെ ഒരു അഭിപ്രായം പിന്നെ പറയാൻ വേറെ ആൾക്ക് അപ്പോൾ കഴിയില്ല. ആ നിലക്ക് എല്ലാ രംഗത്തും സംസാരിച്ചും പ്രവർത്തിച്ചും വേണ്ടത് വേണ്ടപ്പോൾ ചെയ്തും ഒക്കെയുള്ള നല്ല തൻ്റെയിടമുള്ള വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട തങ്ങൾ. അപ്പം തങ്ങൾ പ്രസിഡൻ്റായ കാലത്ത് ഇനി വൈസ് പ്രസിഡൻ്റ് ആണെങ്കിലും കുറേ കാലം പ്രസിഡൻറ്റിൻ്റെ സ്ഥാനത്തായിരുന്നു. കാരണം പ്രസിഡൻ്റായ കണ്ണിയത്ത് ഉസ്താദ് വരൂല, മൂപ്പർക്ക് വരാൻ കഴിയില്ല, ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. ആ സമയത്ത് വൈസ് പ്രസിഡൻ്റ് എന്ന നിലക്ക് ബഹുമാനപ്പെട്ട താജുലുലമ തങ്ങളായിരിക്കും. എന്നാലും എല്ലാവരും തങ്ങളെ ആ ആദരവിൽ ബഹുമാനത്തിൽ ഒരു പ്രസിഡൻ്റിൻ്റെ പ്രൗഢിയിൽ തന്നെ തങ്ങൾ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യും. അപ്പോൾ എൻ്റെ കോട്ടൂർ ഉസ്താദ് പറയും, അന്നൊക്കെ തങ്ങളൊരു അഭിപ്രായം പറഞ്ഞാൽ ആ അഭിപ്രായം തന്നെയാണ് ഇവരെല്ലാവരും അംഗീകരിക്കുക. അങ്ങനെ എല്ലാ കാര്യവും തങ്ങളുടെ കയ്യാൽ തന്നെ നടക്കും. തങ്ങൾ ദിവസം ചെയ്യുന്നത് നടത്തുന്നത് ഉള്ളാളത്താണ്, കേരളത്തിൻ്റെ പുറത്താണ്. എന്നാൽ മാസത്തിൽ സമസ്തൻ്റെ മീറ്റിംഗ് ഇവിടെ ഉണ്ടാവും. മീറ്റിങ്ങിനൊക്കെ കഴിയുന്നതും തങ്ങളെത്തും. എല്ലാ കാര്യങ്ങളും അതിൻ്റെ എല്ലാ ചുരുളും അടിച്ച് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ ചർച്ച ചെയ്യും. അപ്പം അങ്ങനെ ഏത് കാര്യങ്ങളിലും ഇടപെട്ട് സംസാരിച്ച് എല്ലാം ഒരു തീരുമാനത്തിലേക്ക് സമസ്തയിലെ ജമീയത്തുലമയുടെ വലിയ വലിയ വിഷയങ്ങൾക്ക് വരുന്ന മീറ്റിങ്ങും സംഗതിയൊക്കെ ഉണ്ടാകുമ്പോൾ അന്നൊക്കെ പ്രസിഡൻ്റായ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് ഉണ്ടെങ്കിലും ബഹുമാനപ്പെട്ടവർക്ക് വരാൻ കഴിയില്ല. അല്ലെങ്കിൽ വന്നാൽ തന്നെ അവിടെ അങ്ങനെ ലീക്കലിൻ്റെ അഭിപ്രായം പറയാനൊന്നും കഴിയില്ല, ആരോഗ്യപരമായി കഴിയില്ല. ആ സമയത്തൊക്കെ ബഹുമാനപ്പെട്ട താജുലുലമയാണ് അതിൻ്റെ സംഗതികളൊക്കെ പറഞ്ഞ് എന്താക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഒരു അവഗണിക്കപ്പെടുന്ന ആളല്ല പണ്ട് കാലം മുതൽക്ക് തന്നെ ബഹുമാനപ്പെട്ട താജുലുലമ. ഉലമാക്കളുടെ എല്ലാം
ഒരു കിരീടമാണ്. അതാണ് ആ വാക്കിനർത്ഥം തന്നെ. അങ്ങനത്തെ വലിയ മഹാനാണ്. തങ്ങളുടെ ശിഷ്യന്മാരാണെങ്കിലോ സമസ്തയിലുള്ള വലിയ വലിയ ഒരുപാട് ആലിമീങ്ങൾ തങ്ങളുടെ ശിഷ്യന്മാരാണ്. അങ്ങനത്തെ മഹാപാണ്ഡിത്യത്തിൻ്റെ ഒരു ഉടമയാണ് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ. അതാണ് എപ്പോഴും പറയും, എടാ ഞാൻ തങ്ങളെ ഒത്ത് ഓതിയ ഒരു മുലേരല്ല, ഞാൻ മുസ്ലിരെ ഒത്ത് ഓതിയ മുല്ലേടാ. അപ്പം എന്താ ഈ മുസ്ലിരൊത്തും തങ്ങളൊത്തും വ്യത്യാസം? അപ്പം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ എന്താപ്പോൾ എനിക്ക് മനസ്സിലായില്ല. അപ്പം എന്നോട് ചോദിച്ചു, ഇങ്ങോ മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞു ഇല്ല. ആ വ്യത്യാസം പറഞ്ഞതാ. ഞാൻ കണ്ണിയത്തിൻ്റെ ദർസിൽ കോഴിക്കോട് പറമ്പത്ത് ഓതുമായിരുന്നു. അതിൻ്റെ ഇടയിൽ പറമ്പത്തെ കമ്മിറ്റി അംഗങ്ങളും ഉസ്താദും കൂടി ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ആ അഭിപ്രായ വ്യത്യാസത്തിൽ ഉസ്താദ് പറഞ്ഞ അഭിപ്രായത്തിൽ തങ്ങൾ പറഞ്ഞ അഭിപ്രായത്തിലേക്ക് കമ്മിറ്റിക്കാരെത്തിയില്ല. ഓലിങ്ങനെ കുറച്ച് ബലം പിടിച്ചു വന്നു. അപ്പം തങ്ങളെന്ത് ചെയ്തു, നാളെ രാവിലെ ഞാൻ പോവണം, നിങ്ങൾ ഞാൻ പറഞ്ഞ് അംഗീകരിച്ചില്ലല്ലോ, അവിടെ ദിവസങ്ങൾ നടത്തിക്കൂടി, എന്നെ നിങ്ങൾ ദിവസം മുന്നോട്ട് കൊണ്ടുവന്ന് ഇതാക്കണ്ട, ഞാൻ പോവാ. അപ്പം പിറ്റേന്ന് എല്ലാവരും പോകാൻ വെച്ചില്ലേ. അപ്പം എന്നോട് പറഞ്ഞു, തങ്ങളെ നിങ്ങളെ പറവണ്ണ ഉസ്താദിൻ്റെ ദർസിലേക്ക് പോയിക്കൂടെ, വലിയ ദർസാണ് അദ്ദേഹത്തിൻ്റെ ദർസ്, ബാക്കിയുള്ളവരൊക്കെ സൗകര്യം പോലെ പോയിക്കോട്ടെ. പറഞ്ഞ മാതിരി മൂപ്പർ കോഴിക്കോട് നിന്ന് മൂപ്പർ ദർസിലേക്ക് പോയി, പറവണ്ണ ഉസ്താദിൻ്റെ ദർസിലേക്ക്. അപ്പം അവിടെ എത്തിയപ്പോൾ പറവണ്ണ ചോദിച്ചു, ഇത് ദർസിൽ പുതുതായി ചേരേണ്ട സമയം, ചേർക്കേണ്ട സമയം അല്ലല്ലോ, നിങ്ങളെന്താ ഇപ്പോൾ ദർസിൽ ചേരാൻ വന്നത് ആ സമയത്ത്? അപ്പം തങ്ങൾ പറഞ്ഞാലോ, പറഞ്ഞുപോൽ ഞാൻ കോഴിക്കോട് പറമ്പത്ത് കണ്ണിയത്തിൻ്റെ ദർസിലാണ് ഓതുന്നത്. കണ്ണിയത്ത് ഉസ്താദ് പറമ്പത്തുനിന്ന് പിരിഞ്ഞു. അപ്പോൾ കുട്ടികൾ 100-150ഓളം കുട്ടികളുണ്ട്. അപ്പം എന്നോട് പറഞ്ഞു ഇവിടെ ഉസ്താദിൻ്റെ അടുത്ത് വരാൻ. അങ്ങനെ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഓ അത് ശരി. അപ്പോൾ നിങ്ങളെ പേരെന്താ? മൂപ്പറിൻ്റെ പേര് അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോയ. കുഞ്ഞിക്കോയ അല്ലേ? അപ്പം നിങ്ങൾ ഈ കോയ തങ്ങളെ കോയയാണോ അതല്ല കോഴിക്കോടൻ കോയയാണോ? അപ്പം തങ്ക മനസ്സിലായില്ല. അത് മനസ്സിലായില്ലേ? ഇല്ല. അല്ല, തങ്ങന്മാർക്കൊക്കെ പേരിന് കൂടുതൽ കോയ പറയുന്നുണ്ട്. ആ കോയയാണോ അബ്ദുറഹ്മാൻ്റെ കൂടെ നിങ്ങളെ കുഞ്ഞിക്കോയ പറഞ്ഞ കോയ? അതല്ല, കോഴിക്കോട് ഭാഗത്ത് ഏത് സാധാരണക്കാർക്കും പേര് ഒരു കോയ കൂട്ടിയ പേരൊക്കെ മുഹമ്മദ് കോയ, അഹമ്മദ് കോയ, ഇബ്രാഹിം കോയ എന്ന് പറഞ്ഞിട്ട് കോയ, അങ്ങനെ ഒരുപാട് കോയ ഉണ്ടായിരുന്നു. അപ്പം
അപ്പം നിങ്ങളുടെ പേരും ഒരു കോയ കൂട്ടിയതാണ് ചോദിക്കും കാരണം. അപ്പം പറഞ്ഞു ഞാൻ തങ്ങളാണ് അത്. അപ്പം പിന്നെ നിങ്ങൾക്ക് ഒത്ത് തങ്ങളെ ഒത്താ വേണ്ടി മുല ഒത്താ വേണ്ടിയെന്ന്. അപ്പം തങ്ങൾ പറയാം അതും എനിക്ക് മനസ്സിലായില്ല. അപ്പം ഞാൻ അങ്ങനെ മിണ്ടായിരുന്നു. അപ്പം എന്നോട് ചോദിച്ചു മനസ്സിലായില്ലേ ഞാൻ ചോദിച്ച്. തങ്ങളെ ഒത്ത് എന്ന് പറഞ്ഞാൽ ഉസ്താദുമാർ തങ്ങളല്ലെങ്കിൽ ഈ കുട്ടി ഊതണ കുട്ടിയായാലും ഉസ്താദ് ഇങ്ങനെ അവരെ ബഹുമാനിച്ച് തങ്ങളുടെ കുട്ടിയല്ലേ എന്ന് കരുതി ബഹുമാനിച്ച് നോക്കും. അപ്പോൾ ദർസ് കുട്ടികൾക്ക് ചേർന്നല്ലാത്ത പണിയൊക്കെ കുട്ടികളുടെ ഭാഗത്തുനിന്നുണ്ടായ അടിക്കേ അല്ലെങ്കിൽ ശകാരിക്കേ ചീത്ത പറയേ ഒന്നും ചെയ്യൂല. തങ്ങളുട്ടല്ലേ സാരല്ല പോട്ടെ നോക്കും. അതാണ് തങ്ങളോത്ത്. മിക്കവാറും അങ്ങനെ ഉണ്ടാകും, പഠിക്കൂല. മൂല്യത്താവുമ്പോൾ അതൊന്നും നോക്കൂല, പഠിക്കാത്തതിന് അടി കൊടുക്കും. ചിലപ്പോൾ ദർസ് പറ്റൂലാർക്ക് പുറത്താക്കും. അങ്ങനെയൊക്കെ ചെയ്യും. അതാണ് പള്ളി ദർസിൻ്റെ സ്ഥിതി. അപ്പോൾ അടി കിട്ടും, ശകാരം കിട്ടും, ഇതൊക്കെ ഉണ്ടാവും. എന്നാൽ ഞാൻ അങ്ങനെ ഓതിക്കൊള്ളാം. അടി കിട്ടിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, എനിക്ക് പഠിക്കണം. അങ്ങനെ അടി വാങ്ങി ചീത്ത കേട്ട് അങ്ങനെയൊക്കെ ഓതി പഠിച്ചതാണ് ഞാൻ. തങ്ങളുട്ടിയായിട്ട് ഓതിയതല്ല. അപ്പം എനിക്ക് അങ്ങനെയൊക്കെ അടി കിട്ടി ഇടി കിട്ടി പഠിച്ചാണ്. അതുപോലെ ഞാൻ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്കും എൻ്റെ കയ്യിൽ നിന്ന് അടി കിട്ടും. ആയിക്കോട്ടെ. അങ്ങനെ എല്ലാ അടിയും ചീത്തയും ഒക്കെ കേട്ടുകൊണ്ട് എനിക്ക് പഠിക്കണം എന്നൊരൊറ്റ നെയ്യത്തിൽ പഠിച്ചതാണ് ഞാൻ. എനിക്കതിൽ പിന്നെ സംശയമൊന്നുമില്ല. അപ്പം എൻ്റെ ആദർശം ഞാൻ പറയുമ്പോൾ എനിക്ക് ആരെയും പേടിക്കണ്ട. ഞാൻ പഠിച്ച ആദർശം ഞാൻ പഠിച്ചതുപോലെ പറയും, ആരായാലും ശരി. അതാണ് തങ്ങളെ ഒത്ത്, മൊലിരൊത്ത്. ആ ഒത്ത് ഓതിയ ആളാണ് ഞാൻ. അതുകൊണ്ട് ആര് എന്ത് ഒച്ചയും വെളിയിട്ടും കാര്യമില്ല. പറഞ്ഞ സംഗതി ന്യായമാണോ സത്യമാണോ അത് ഞാൻ സ്വീകരിക്കും. അന്യമായ അന്യായമായ ഒന്ന് ശബ്ദമിട്ടതുകൊണ്ടും വലിയ ആളായതുകൊണ്ടൊന്നും എൻ്റെ അടുത്ത് കാര്യമില്ല. അത് ഞാൻ ബലവെക്കില്ല. ഇതാണ് എൻ്റെ നിലപാട് എന്ന് തങ്ങൾ ആണത്തത്തോടെ പറഞ്ഞത് എൻ്റെ ചെവി കൊണ്ട് ഞാൻ കേട്ടതാണ്. ഈ ഫിറാക്ക് ഒരു തെറ്റിപ്പിരിയുന്ന നേരത്ത് സമസ്തയിലുണ്ടായ ആ തെറ്റിപ്പിരിവിൻ്റെ സമയത്ത് അപ്പം അത്രയും ഉറച്ച നിലക്ക് തങ്ങൾ നിൽക്കുകയും ആരെയും എൻ്റെ കൂടെ നിൽക്കാൻ ഞാൻ വിളിച്ചിട്ടില്ല. ഞാൻ എപിനെ വിളിച്ചിട്ടില്ല, MA ഞാൻ വിളിച്ചിട്ടില്ല. അങ്ങനെ അന്നുള്ള ആ നേതാക്കളെ പറ്റിയൊക്കെ പറഞ്ഞു. അവരൊക്കെ എൻ്റെ കൂടെ അവർ വന്നു എന്നല്ലാതെ അവരൊന്നും ഞാൻ വിളിച്ചിട്ട് വന്നതല്ല. അങ്ങനത്തെ ഒരു ആവശ്യം ഇതിലില്ല. സത്യം ഏതാണെന്ന് ആർക്ക് മനസ്സിലായോ അവൻ എൻ്റെ കൂടെ നിന്നാൽ മതി. ഞാനങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് അങ്ങനത്തെവരാണ് എൻ്റെ കൂടെ നിന്നതും എൻ്റെ കൂടെ വന്നതും. അതുകൊണ്ട് അതേ ആശയത്തിൽ നിൽക്കുന്ന ആളാണ് ഞാൻ. ഈ നിലക്ക് എൻ്റെ ആദർശത്തോടും ആശയത്തോടും ആര് യോജിക്കുന്നു അവർ എൻ്റെ കൂടെ നിന്നുള്ളൂ.
ഞാൻ പ്രസിഡൻ്റായ സംസ്ഥ. അതിൽ AP ആണ് ജനറൽ സെക്രട്ടറി. ഞാനതെൻ്റെ പ്രസിഡൻ്റാണ്. ആ സംസ്ഥയാണ് സമസ്തൽ ജമിയത്തുൽ ഉലമ 923 കാലത്ത് യഥാർത്ഥത്തിൽ സംഘടിപ്പിച്ച് രജിസ്റ്റർ ചെയ്ത ആ ആദർശത്തിൽ നിൽക്കുന്ന സംസ്ഥ. ഞാൻ പ്രസിഡന്റും കാന്തപുരം AP വകുപ്പും സ്ഥിര സെക്രട്ടറിയുമായ സംസ്ഥയാണ്. ഇത് ഉറച്ചു പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ കൂടെ നിൽക്കുന്നവർ ഈ ആദർശത്തിൽ ഞാൻ നിൽക്കും. അത് ഞാൻ എവിടെയും പറയും. അത് അംഗീകരിക്കുന്നവർക്ക് എൻ്റെ ഈ സമസ്തയിൽ സ്ഥാനം ഉള്ളത്. അപ്പം ആ നിലക്ക് സത്യവും അസത്യവും വേർതിരിച്ച് അസത്യത്തിന് യാതൊരു വഴിയും ഇല്ലാത്ത വിധം സത്യത്തിൽ ഉറച്ചു നിന്ന വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട തങ്ങളുടെ വ്യക്തിത്വം. എല്ലാ കാലത്തും തങ്ങൾ അവിടെ നിൽക്കുന്നുള്ളൂ. ആ ആദർശത്തിലും ആശയത്തിലും നിൽക്കുന്നവർ അല്ലാഹു തആല അവർക്ക് ഇജ്ജത്ത് കൊടുക്കട്ടെ എന്നാണ് അന്ന് ബഹുമാനപ്പെട്ട തങ്ങൾ വരുന്നത്. അതാണ് നമ്മളൊക്കെ എത്ര ദൂരത്തുനിന്നും ഇവിടെ പോയി പരിപാടിക്ക് ഉസ്താദ് ഒരൊറ്റ വിളിയെ വിളിച്ചിട്ടുള്ളൂ. അത് ഞാൻ വരാറില്ല. സുന്നത്ത് ജമാഅത്തിന് ഗുണമുള്ള സംഗതികൾ അതാണല്ലേ നമ്മൾ നോക്കുന്നത്. മറ്റുള്ള സംഗതികൾ നാട്ടിൽ പല സംഗതി ഉണ്ടാവും. അതൊക്കെ ഇതിൽ കൂട്ടിക്കെട്ടി ദീനീയല്ലാത്ത കാര്യങ്ങൾ ദീനീയായ കാര്യം പോലെ കണക്കിലെടുത്ത് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട ഒരു സംഗതിയുമില്ല. അതൊക്കെ വെറുതെ നമ്മുടെ ശക്തി ക്ഷയിപ്പിക്കുന്ന സംഗതിയാണ്. അങ്ങനത്തെ വിഷയത്തിലേക്ക് ആരും കടക്കാതെ നമ്മളെ ദീനുൽ ഇസ്ലാം അതിൻ്റെ ഇസ്സത്തിൽ നിലനിൽക്കണം. അതിനാണ് നാം ഒക്കെ പ്രവർത്തിക്കുന്നത്. നാട്ടിലെ ചെറിയ ചെറിയ വിഷയങ്ങളിൽ അല്ലെങ്കിൽ സംഘടനാപരമായി അതിൻ്റെ തെരഞ്ഞെടുപ്പും സംഗതിയൊക്കെ ഉണ്ടാകുമ്പോഴുള്ള ചെറിയ വിഷയങ്ങൾ, അങ്ങനത്തെ വിഷയങ്ങളൊന്നും നമ്മുടെ വിഷയമല്ല. നമ്മുടെ വിഷയം സുന്നത്ത് ജമാഅത്ത്, അതാണ് ദീൻ. അതിൻ്റെ നിലനിൽപ്പാണ്. ആ നിലനിൽപ്പിന് ആവശ്യമായതൊക്കെ ചെയ്യാൻ അള്ളാഹു നമുക്ക് കഴിവും തൗഫീഖും തരട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ടും കുറിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.